പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്ര, ഇന്നത്തെ ദിനം യാത്ര ആരംഭിച്ചു. ഈ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ് പള്ളിക്കൽ പാലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു ചേട്ടൻ്റെ വീട്ടിൽ 2 ആഴ്ച കൊണ്ട് ഒരാൾ രാവിലെ കാപ്പി കുടിക്കാനും ഉച്ചയ്ക്ക് ഉണ്ണാനും രാത്രി അത്താഴം ഉണ്ണാനും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക് എന്നെ വിളിക്കേണ്ട. ഇന്നലെ ഞാൻ നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഞാൻ കോള് പോയിട്ട് ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. മിനിങ്ങാന്ന് കോള് പോയിട്ട് ഇന്നലെ രാവിലെ വന്നതേ ഉള്ളൂ. എന്തായാലും കുറേ ദിവസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഇല്ല. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. അവിടെ ആ വഴിയുടെ സൈഡിൽ എവിടെയോ ഒരു മാളത്തിൽ ഒരു ഹോളിനകത്ത് അദ്ദേഹം തലയിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ പോകുന്നു, നമ്മളെ പ്രതീക്ഷിച്ച് അവരോട് നിൽക്കുന്നുണ്ട്. നമുക്ക് പോകാം നമ്മുടെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. വ്യത്യസ്തനാണോ നമ്മുടെ അതിഥി എന്ന് നമുക്ക് നോക്കണ്ടേ, നമുക്ക് പരിചയപ്പെടണ്ടേ. പോകുന്നു നമ്മൾ ആ സ്ഥലത്തേക്ക്. ഒരാഴ്ച കൊണ്ട് ഇതിനകത്ത് ഇവിടെയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹമാണ് പാമ്പിൻ്റെ ഓണർ. അപ്പോൾ ഇവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നെക്കൊണ്ട് എങ്ങനെ എന്നെക്കൊണ്ട് കളപ്പിക്കാമെന്നുള്ള ഐഡിയ ആയിരുന്നു അവർക്ക്. വെള്ളപ്പിക്കാത്ത മൺമട്ടിയും തൂമ്പയൊക്കെ നാട്ടിലുള്ള മൊത്തം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്താണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഒത്തിരി നാളായി കാണും ഇവിടെ വന്നിട്ട്. നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ അതിഥി മൊട്ടയുമായിട്ടായിരിക്കും ഇരിക്കും. എന്നാലും നമ്മൾ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തുടങ്ങുന്നു നമ്മുടെ ജോലി. മണ്ണിടിച്ച് കല്ലക്കളൊക്കെ നോക്കാം നമ്മുടെ അതിഥി ഉണ്ടായിരുന്നു. കുറച്ച് മണ്ണ് മാറ്റി പാറയിൽ കിളക്കി നോക്കിയിട്ട് കാണുന്നില്ല. ഉള്ളിലേക്ക് മാളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ച് പണി കൂടുതലായിരിക്കും. എന്നാലും എന്തായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതിനകത്ത് 100% ഇദ്ദേഹം പറഞ്ഞ ഒരു 8 ദിവസം കൊണ്ട് ഇതിനകത്ത് കാണുന്നു. ചിലപ്പോൾ പടം പൊഴിക്കാറായും വന്നിരിക്കാം, ചിലപ്പോൾ മുട്ടയോ ആവും. പക്ഷേ മാളത്തിൻ്റെ സൈഡിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ തല വെച്ചിട്ട് താടി ഭാഗം ഉരയുന്നതിൻ്റെ ആ പാടുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന സ്ഥലത്ത് രാത്രി ഒരു കോൾ വിളിച്ചിട്ട് ഞാനിവിടെ പോയി. ഇന്ന് രാവിലെ 6 മണിക്കാണ് തിരിച്ചത്. അപ്പോൾ അവർ തീയൊക്കെ ഇട്ട് ഷെഡെല്ലാം പൊളിച്ചതിന് ശേഷം പാമ്പിനെ കാണുന്നില്ല. പക്ഷേ ഞാൻ ആ പറമ്പ് മുഴുവനും ടോർച്ച് തെളിച്ച് നടക്കുന്നതിനിടയിൽ അവിചാരിതമായിട്ടാണ് ഇവർ തീയിൽ കൂടി ആ ചാരത്തിൽ കൂടി ഒരു എഴച്ചിൽപ്പാട്. നമുക്കൊരു പാമ്പ് എഴഞ്ഞു പോയ പാട് എഴഞ്ഞ് അടുത്ത മണലായിരുന്നു. ആ ചേർത്തല ആലപ്പുഴയൊക്കെ മണലുണ്ട്. മണലിൽ കൂടി എഴഞ്ഞു പോകുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അടുത്ത് 3 പറമ്പിനപ്പുറം വരെ ആ പാട് കണ്ടെത്താൻ കഴിഞ്ഞു. എന്തായാലും 11 മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ട് അത് എൻ്റെ ജോലി ആരംഭിച്ചിട്ട് വെളുപ്പാങ്കാലം 4:41 ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. പക്ഷേ എന്തായാലും പിടികൂടാൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ഈ വലിയ കല്ലിന് നമ്മൾ നിളക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര
വെറുതെ ആയില്ല. കാരണം നമുക്ക് ഇതിനകത്ത് മൂർഖൻ തന്നെയാണ്. അദ്ദേഹം ചുറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും സാധാരണ നമ്മളെ പൂർവിക പറയും തുറ കൂടിയിരിക്കുന്നു എന്ന് പറയും. എന്തായാലും തുറ കൂടി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വെള്ളത്തൊലി പാമ്പിൻ്റെ തൊലിയല്ല, അദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അടിയിൽ തറയോട് ചേർന്ന് ഒരു 1.5 ഇഞ്ച് നീളമുള്ള എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അപ്പം ഉറപ്പായി മുട്ടയാണ്. നമുക്ക് കാണാം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ഈ പുലരിയുടെ യാത്ര, അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ആരംഭിച്ച യാത്ര പാഴായില്ല. എൻ്റെ വീട്ടിലിരുന്ന മുട്ടയും ആ വിരിയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മാത്രമേ ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയുള്ളൂ. ഇതെന്തായാലും ഒരു അമ്മ മൂർഖൻ പാമ്പാണ്. ഇദ്ദേഹം ചട്ട പൊഴിക്കുക, സ്കിൻ ഷെഡിയറായിരിക്കണം. മുട്ട ഇട്ടിട്ട് ഏകദേശം 40 ദിവസത്തിലേറെയായി. ഈ 40 ദിവസവും അതിന് മുന്നേ മുട്ട തയ്യാറാൻ ഒരു 55 ദിവസം കൂടി വേണം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇവിടെ വന്നുപെട്ടത്. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം ഇതുവരെ സ്കിൻ ഷെഡ് ചെയ്തിട്ട് ചട്ട പൊടിച്ചിട്ടില്ല. നമ്മുടെ പ്രേക്ഷകർ കാണാൻ കണ്ണ് മൂടിയിരിക്കുന്നു. ചട്ട പൊടിക്കാറാകുമ്പോഴാണ് കണ്ണ് മൂടിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഏകദേശം 5.25 അടി നീളമുണ്ട്. ഞാൻ 5 അടി 9 ഇഞ്ചാണ്. അപ്പോൾ എൻ്റെ ഏകദേശം ഫുള്ള് അടുപ്പിച്ച് നീളമുണ്ട്. അപ്പോൾ 5 അടിയോളം നീളമുള്ള ഒരു അമ്മ സ്പെക്ടിക്കിൾഡ് കോബ്ര അഥവാ നാജ എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, നല്ലാത്തൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഏകദേശം 6 വയസ്സ് കഴിഞ്ഞ് കാണണം ഇദ്ദേഹത്തിന്. മുട്ടയിട്ട് പാമ്പിനെ മാളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്താണ് എനിക്ക് ഒരിക്കൽ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിൽ വെച്ച് കടിയേറ്റിട്ട് അതിൻ്റെ ഇടത്തേക്കായിട്ട് നടുക്കത്തെ വിരൽ കടിയേറ്റ് വിരൽ ആംപ്യൂട്ടി മുറിക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ, ഇത് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമുക്കൊരു അല്പ ജോലിയും കൂടി ബാക്കിയുണ്ട്. ആ മാളത്തിനകത്ത് മുട്ടയുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 24-ലേറെ മുട്ട നിക്ഷേപിക്കാനുള്ളൊരു കപ്പാസിറ്റി ഈ അമ്മയ്ക്കുണ്ട്. 24-നും 30-നും ഇടയിൽ മുട്ട നിക്ഷേപിക്കാനുള്ള കപ്പാസിറ്റി അമ്മയ്ക്കുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നൊരു ചാക്കോ ബോട്ടിൽ വാങ്ങി ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മൾ മുട്ട പുറത്തെടുത്തതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഈ മാളത്തിൽ ഇദ്ദേഹം നിക്ഷേപിച്ച് മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ചാക്കിലാക്കാൻ വേണ്ടി ചാക്കെടുക്കാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിനകത്തിരിക്കുന്ന മുട്ടകൾ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു അല്പസമയം കൂടി നമുക്കിവിടെ ഇവിടെ ചിലവാക്കേണ്ടതുണ്ട്. നമ്മളെന്തായാലും നമ്മളെ അതിഥി നിക്ഷേപിച്ച മുട്ട നമ്മൾ വളരെ സേഫായിട്ട്, അത് മുട്ട വിരിയാൻ സമയം, ഇനി മുട്ട സൂക്ഷിച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങളകത്തിരുന്ന് മരണപ്പെടും. അപ്പോൾ നമ്മളെന്തായാലും ആ മുട്ട പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ആ മാളം തോണ്ടാകില്ല, അല്ല ഹോൾ തോണ്ടിയെടുക്കാനല്ല. കാരണം പെട്ടെന്ന് ഇദ്ദേഹം എങ്ങോട്ടെങ്കിലും എഴിഞ്ഞ് പോകും. അതായത് ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി വന്ന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചവിട്ടിയാലും ഇദ്ദേഹത്തിന് അപകടം ഉണ്ടാകും. കാരണം അറിയാതെ വന്ന് ആരെങ്കിലും ചവിട്ടിയാൽ ശ്രദ്ധിക്കത്തില്ല. ഇദ്ദേഹം ഉണങ്ങിയ ഇലയുടെ കളറിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ ചിലപ്പോൾ ചവിട്ടി കടിയേൽക്കും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് എന്തായാലും ചാക്കിലാക്കിയിട്ട് നമ്മൾ മുട്ട തോണ്ടി, ഇനി കുറേ പണിയുണ്ട്. മുട്ട തോണ്ടിയെടുക്കണമെങ്കിൽ ആ വേര് മുഴുവൻ തോണ്ടിയാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അദ്ദേഹം ആദ്യമേ പറഞ്ഞാണ് JCB വിളിക്കുന്നത്. പക്ഷേ JCB വിളിച്ച് കഴിഞ്ഞാൽ മുട്ട കിട്ടുകയില്ല. JCB വിളിച്ച് മാറ്റുമ്പോൾ മുട്ടയൊക്കെ ചപ്പി കുഞ്ഞുങ്ങൾ പരന്ന് അതിനെ കേടായിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ JCB വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഒരു 10 ദിവസത്തിനകത്ത് ഈ മുട്ട വിരിയേണ്ടത്, ഈ ചട്ട പൊടിച്ച് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഞാൻ ചാക്കിലാക്കും. നമ്മളിനി എന്തായാലും വിറവ് മുറിക്കാലും വിറവുകളിലേക്കായിരുന്നു പണിയെന്നും കൂടി നമ്മൾ തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വെറുതെ കോടാലി എടുപ്പിച്ചത്. എന്തായാലും നമ്മൾ അടുത്ത കോടാലി പണി തുടങ്ങി. ഇത്രയും നാൾ കൂടുവും പക്യാസും പാരയും
മൺമട്ടിയൊക്കെ ഇന്ന് നമ്മൾ കോടാലിപ്പണി തുടങ്ങുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് നമ്മൾ വിറക് കയറുന്നത് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മളിത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആദ്യം പിടികൂടി അതിഥിയുടെ 2 അതിഥികളുള്ളതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ 2 അതിഥികളല്ല, ഒരതിഥി ഒന്നിൻ്റെയോ ഒരു ഉണക്ക തടിക്കഷ്ണം അങ്ങോട്ട് ഒടിഞ്ഞു പോയപ്പോൾ ഞാൻ ഒരു തല ഇങ്ങനെ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതല്ല, ഒരാൾ നമ്മുടെ മനുഷ്യൻ്റെ പോലെ തന്നെയാണ് അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് നാടുവിട്ട് പോയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്. എന്തായാലും നമ്മൾ 6 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന അമ്മയെ പിടികൂടി ആ അമ്മ നിക്ഷേപിച്ച, ഞാൻ പറഞ്ഞു 20-28 ഇടയിൽ മുട്ടകൾ ഉണ്ടാകുന്നു. പക്ഷേ 20-28 മുട്ടകൾ കാണാൻ സാധ്യത ചിലപ്പോൾ 1-2 പൊട്ടാം. കാരണം നമ്മൾ മാളം പൊളിക്കുമ്പോൾ അതൊരു വേരാണ്, മരക്കുറ്റിയാണ്. അപ്പോൾ അതൊക്കെ വെട്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 മുട്ടകൾ പൊട്ടിപ്പോകാം. എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവരെങ്കിലും രക്ഷിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇവിടെ ഇദ്ദേഹം മുട്ട വിരിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇതൊരു പുതിയ വീട് വെച്ച് താമസത്തിന് 2 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിനോട് താമസത്തിന് വരേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകും, അവർ തല്ലി കൊല്ലുകയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അതിഥി നിക്ഷേപിച്ച മുട്ടകളെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. നമ്മളിതിൻ്റെ മണ്ണ് സാധാരണ തുടച്ച് കളയുകയാണ് ചെയ്യുന്നത്, നമ്മളിതിൽ മണ്ണ് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചില മുട്ടകൾക്ക് തൊലിയിൽ ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട വിരിയാറായതുകൊണ്ട് നമ്മൾ ആ എയർ കയറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. മണ്ണ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഹീലാവും, അടഞ്ഞങ്ങിരിക്കും, കുഴപ്പമുണ്ടാകുന്നില്ല. സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന മുട്ടകൾ ഇങ്ങനെ കീഴിലുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം ലേശം വെച്ചിട്ട് ആ പൊട്ടിയ ഭാഗം ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് മുട്ട കേടാവുന്നില്ല, ആ മുട്ട വിരിയും. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അതിഥി അദ്ദേഹം നിക്ഷേപിച്ച മുട്ടകൾ 2, 4, 6, 8, 10, 12, 14, 16, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 24 മുട്ടകൾ, 24 മുട്ടകൾ, ഒരു പീസായിട്ട് 24 മുട്ടകളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളിനി നമ്മുടെ മുട്ടയുടെ അതിഥിയെ, നമ്മൾ മുട്ട അധികം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുട്ട കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ക്ഷതമുണ്ടായിട്ട് അത് കേട് സംഭവിക്കും, മുട്ട വിരിയില്ല. അപ്പോൾ നമ്മൾ മുട്ട താഴത്ത് വെച്ചിട്ട് നമ്മുടെ അതിഥിയും അവിടെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു. നമ്മളെന്തായാലും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതെ ആ മുട്ട താഴേക്ക് വെക്കുകയാണ്. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര പാഴായില്ലെന്ന് എപ്പോഴും പറയണം. ഇന്നത്തെ യാത്ര നമ്മളിത്തിരി അല്പം കഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു അതിഥിയെ എത്തിക്കാൻ കഴിഞ്ഞു. ഈ മാസം നിങ്ങൾക്കറിയാം, ഏതാണെന്നറിയാമല്ലോ, മാർച്ച് മാസം അവസാനമാണ്. മാർച്ച് മാസം നവംബർ, ഡിസംബർ, ജനുവരി പകുതി കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൻ്റെ പ്രത്യേകത, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഫെബ്രുവരിയിൽ പാമ്പുകൾ മുട്ടയിട്ട് കഴിയും മാളങ്ങളിൽ. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ആദ്യം, ഏപ്രിൽ പകുതി വരെ മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്. ഇദ്ദേഹം ഈ അമ്മ മുട്ടയിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 35 ദിവസം 40 ദിവസത്തിനകത്താവുന്നു. ഇനിയൊരു 15 ദിവസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അമ്മയുടെ മക്കൾ ഈ ഭാഗത്ത് ഈ ഭൂമിയെല്ലാം കൈയടക്കി ജീവിച്ചേനെ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ 28 മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ 1-2 പേര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ബാക്കിയുള്ളത് ഒന്നുകിൽ ഉക്കൻ അഥവാ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി എടുത്തിട്ട് പോകാം, രാത്രി കാലങ്ങളിൽ പുറത്തെങ്കിൽ മൂങ്ങ എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് പോകാം, അതുപോലെ കാട്ടുപൂച്ച എടുത്തിട്ട് പോകാം. അതുപോലെ മുർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ശംഖുവരയൻ പാമ്പ് അഥവാ ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ കോമൺ ക്രൈറ്റിൻ്റെ ഭക്ഷണം മുർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ വലിയ കോമൺ ക്രൈറ്റ് ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ അത് ആ കുഞ്ഞുങ്ങളെയും ക്രൈറ്റ് ഭക്ഷിക്കാം, ശംഖുവരയൻ ഭക്ഷിക്കാം, വെള്ളിക്കെട്ടൻ ഭക്ഷിക്കാം. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോൾ മുട്ട വിരിഞ്ഞിറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം മുട്ട വിരിഞ്ഞ മുർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഈ വർഷം മുട്ട വിരിയുന്ന മുർക്കൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നു, കുഞ്ഞായതുകൊണ്ട് ഭക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഇതിപ്പോൾ മുട്ട വിരിയാറായപ്പോൾ തന്നെ ചിലപ്പോൾ ആൺപാമ്പ് മാളത്തിലുണ്ടായിരുന്നാൽ ആൺപാമ്പിനെ പെൺപാമ്പ് കൊണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം ഈ മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങളെ അച്ഛൻ പാമ്പുകൾ ഭക്ഷിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. കാരണം ഇതുപോലെ ഒരു മാളത്തിൽ പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ പോയി മാളം തോണ്ടി 2 പാമ്പുകളെ പിടികൂടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ 2-3 കുഞ്ഞുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ. 38 മുട്ടകളുണ്ടായിരുന്നു. പക്ഷേ ആൺപാമ്പിൻ്റെ വയറ് വീർത്തിരിക്കുന്നത് കണ്ടു. കുറേയൊക്കെ ഞാൻ കക്കിയപ്പോൾ അതിനെ ഛർദ്ദിച്ചപ്പോൾ വൊമിറ്റ് ചെയ്തപ്പം അതെല്ലാം മുർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ 8
6 വയസ്സിലേറെ പ്രായമുള്ള 7 വയസ്സിന് താഴെ 6 വയസ്സിലേറെ പ്രായമുള്ള നമ്മുടെ ഈ അമ്മ അതിഥിയെയും നമ്മുടെ ഈ 28ഓളം മുട്ടകളെയും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തി. 5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ പകുതി കഴിയുമ്പോൾ മൂർഖൻ പാമ്പിന് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങൾ പരമാവധി വൃത്തിയാക്കി ഇടുക. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് ഇനിയും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ ഒത്തിരി അതിഥികളെ തേടി എത്തേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം മുട്ട ഒരു കവറിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ വീട്ടുകാരോട് നന്ദി പറയേണ്ടതുണ്ട്. നമുക്ക് ഈ അതിഥിയെ ആദ്യം ചാക്കിലാക്കാം അല്ലെങ്കിൽ ബോട്ടിലാക്കാം. നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞ് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കണ്ടൊരു പ്ലാസ്റ്റിക്കിലാണ് ഈ മുട്ട എടുത്ത് വെക്കാൻ പോകുന്നത്. അതിന് പരാതിയായിട്ട് കാണാതിരിക്കുക. കാരണം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടൊരു പ്ലാസ്റ്റിക്കാണത്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മറ്റെവിടെയെങ്കിലും അതിനെ ഞാനും കോർപ്പറേഷൻ ഏരിയയിലാണ് താമസം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ അധികാരികൾക്ക് വേസ്റ്റ് ശേഖരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ ശേഖരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീം തന്നെ കാട്ടിൽ പോകുന്ന നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടും. ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ കാണുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഞങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ മറ്റ് പ്ലാസ്റ്റിക്കിനായി വരുന്ന ആൾക്കാർക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെയും കൂടി ശേഖരിക്കാനും പരിസരത്തൊക്കെ ഉപേക്ഷിക്കേണ്ട പ്ലാസ്റ്റിക്കുകളെ കൂടി ശേഖരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെന്തായാലും ഒരു പ്ലാസ്റ്റിക് കീസിൽ കൂടി നമ്മൾ മുട്ട വെക്കുകയാണ്. അതിനൊരിക്കലും നിങ്ങൾ അതൊരു പരാതിയായിട്ട് കാണാതിരിക്കും. ഇത് ഒഴിവാക്കപ്പെട്ടൊരു സാധനമാണ്. നമ്മൾ കൊണ്ടുവന്നതല്ല, ഇവിടെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനമാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അതിഥിയുടെ മുട്ട നമ്മൾ ശേഖരിച്ച് കവറിലാക്കുകയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്ര നല്ല ലക്ഷണമുള്ളൊരു യാത്രയായിരുന്നു. അത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കയറി പുത്തൂരേക്ക് തിരിയുമ്പോൾ ആ ഫസ്റ്റ് ബ്രിഡ്ജ് പാലം കഴിഞ്ഞ് നേരെ 3 വഴി തിരിയുന്നതിൽ നേരെ കിടക്കുന്ന വഴി പള്ളിക്കൽ പാലം കഴിഞ്ഞിട്ട് ഒരു 100 മീറ്ററുടെ മുന്നോട്ട് ഒരു കയറ്റം കയറി വരുമ്പോഴാണ് ഫസ്റ്റ് റൈറ്റിലേക്കുള്ള ഒരു ടാറിട്ട റോഡ്. അതുവഴി കടന്നു വന്ന് വീണ്ടും കുറച്ചുകൂടെ ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും റൈറ്റിലേക്ക് കയറി വീണ്ടും നമ്മുടെ ഒരു പറമ്പിൽ കയറി. ഈ പറമ്പ് എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞ പറമ്പല്ല, അദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹമാണ് ഈ പാമ്പിൻ്റെ ഓണർമാർ. ഇവർ 3 പേരുണ്ട്, 4 പേരാണ്, പെൺകുട്ടിയും കൂടെ ഉണ്ട്. ഇവർ 4 പേരുടെ ഉത്സാഹിച്ച് വളർത്തിയ അതിഥിയാണ് ഈ 6 വയസ്സ് വരെ 7 വയസ്സിനടുത്ത് വളർത്തിയ അതിഥി. എന്തായാലും അദ്ദേഹത്തിനെ ഒരു മാളത്തിൽ അദ്ദേഹത്തിനെ കാണുന്നു എന്നെ വിളിച്ച്. ഞാൻ വന്നു. ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ തിരക്കായിരുന്നു. ഇന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി ഈ മാളം കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് മുട്ട ഉണ്ടാവും. എന്തായാലും 6 വയസ്സിലേറെ പ്രായമുള്ള 5 അടിയോളം നീളമുള്ളൊരു സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന നാഗൻ നല്ലാത്തൻ പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന അതിഥിയാണ് നമ്മളിന്ന് പിടികൂടാൻ കഴിഞ്ഞു. അദ്ദേഹം മാളത്തിൽ നിക്ഷേപിച്ച അദ്ദേഹത്തിൻ്റെ 28 മക്കളെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം ചിലപ്പോൾ 1-2 മക്കൾ അതിൽ നിന്ന് വിരിയാൻ സാധ്യതയില്ല. കാരണം മുട്ടയിൽ ചെറിയ സ്ക്രാച്ചും പൊട്ടലും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 1-2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാം. എന്നാലും ബാക്കി 25ഓളം കുഞ്ഞുങ്ങളെങ്കിലും നമുക്ക് വിരിയിച്ച് പുറത്തേക്ക് വിടാൻ കഴിയും. എന്തായാലും നമ്മൾ ഈ അതിഥിയെ വേദനിപ്പിക്കാതെ ഏകദേശം 40 ദിവസത്തിലേറെ ഈ അതിഥിയെ ഈ മാളത്തിൽ പറമ്പിൽ സൂക്ഷിച്ച ഈ വീടിൻ്റെ ഗ്രഹനാഥനോടും ഗ്രഹനാഥയോടും അതുപോലെ കുട്ടികളോടും ഈ നല്ലവരായ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചു കൂട്ടി നിർത്തിയിരുന്ന ഇവരോടെല്ലാവരോടും നന്ദി പറഞ്ഞ് ഈ നല്ലവരായ നാട്ടുകാരോട് നന്ദി പറഞ്ഞ് നമ്മൾ പോകുന്നു. നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി ഇവരോട് യാത്ര പറഞ്ഞ് പോകുന്നു ആ സ്ഥലത്തേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.